നമ്മുടെ ബിഗ് ബോസിനകത്തുനിന്ന് ടോപ്പ് 4 ആയിട്ട് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ നിവിൻ കപ്രീഷ്യസ് സാന്റോസ് ഡിസൽവ. ചുമ്മാ അവൻ പറയുന്ന പേരാണിത്. പുള്ളിക്കാരനാണ് പുറത്തു പോകുന്നത്. ബിഗ് ബോസിനകത്ത് ടോപ്പ് 4 ആണ്. ആക്ച്വലി ബിഗ് ബോസിനകത്ത് എന്റർടൈൻമെന്റ് എന്ന നിലയിൽ നിവിന്റെ നിവിൻ എന്ന വ്യക്തി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ സീസൺ 7 ഒരു പക്ഷേ നിവിൻ ഇല്ലാത്ത ഒരു സീസൺ 7 ആക്ച്വലി ബിഗ് ബോസ് ഈ പ്രാവശ്യം ഒരു പിണ്ണാക്കും അതിനകത്തില്ലായിരുന്നു. ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ നിവിൻ ഉള്ളത് കൊണ്ട് മാത്രം എത്രയോ ആൾക്കാരെ ഈ സീസണെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. ഇവിടെ നിന്നും പുറത്തു പോയാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നിവിനായിരിക്കും. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ അടിപൊളി ഗെയിമാണ്. ഗെയിമല്ല, പ്രത്യേകിച്ച് കോമഡിയാണ്, ഫണ്ണാണ്. ഇപ്പൊ തന്നെ ദേ ടോപ്പ് 4 ആയിട്ട് പുള്ളിക്കാരൻ പുറത്തു പോകുന്നു. ഒരു വിഷമോ ടെൻഷനോ ഒന്നുമില്ല. നല്ല സന്തോഷത്തോടെ ഹാപ്പിയോടെ ടോപ്പ് 4 എന്ന നിലയിൽ പുള്ളിക്കാരൻ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാലും എനിക്ക് ടോപ്പ് 1 നിൽക്കണമെന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ അവിടെ നിന്നിരുന്നത്. എന്നാലും പുള്ളിക്കാരൻ ഒരു വിഷമവുമില്ലാതെ പുറത്തു പോകുന്നുണ്ട്. പുള്ളിക്കാരന്റെ ദേ നമ്മുടെ എബി കാണിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്തൊരു കോമഡിയാണ്. ഒരുപാട് കോമഡി രംഗങ്ങൾ അതിനകത്തുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിവിന് മനസ്സിലാവും. നിവിൻ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം നിവിനെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട്, നിവിന്റെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ആ അനുമോളുടെ ബെഡില് പിന്നെ വെള്ളം ഒഴിച്ചത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ രീതിയിലും നിവിന് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. പുറത്തിറങ്ങിയാൽ നിവിനെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, ചെറുതും വലുതുമായ ഒരുപാട് പേർക്ക് നിവിനെ ഇഷ്ടമാണ്. അടിപൊളിയായ ഒരു കഥാപാത്രമായിരുന്നു നിവിൻ. നല്ല എൻജോയ്മെന്റ് ആയിരുന്നു നിവിൻ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് അവൻ എല്ലാ ആശംസകളും നേരുന്നു. പുള്ളിക്കാരന് നല്ല രീതിയിൽ വരും. പുള്ളിക്കാരന് ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിൽ അഭിനയിക്കണം, പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹത്തോടാണ് പുള്ളിക്കാരൻ ഇവിടെ വന്നത്. ഒരുപക്ഷെ PR ഇല്ലാതെ അവിടെ നിന്ന വ്യക്തി എന്ന് വേണം നമുക്ക് നിവിനെ പറയേണ്ടത്. അമ്മാതിരി ആയിരുന്നു നിവിന് ബിഗ് ബോസിനകത്ത്. ഇപ്പൊ തന്നെ എല്ലാവരും പുറത്തു പോലും നിവിനെ ഒറ്റയ്ക്ക് നമ്മളൊരു ഷോ കൊടുത്താൽ മതി, പുള്ളിക്കാരൻ അവിടെ നിന്ന് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കും.